ഇതിൽ ആദ്യത്തെ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയ സിനിമ കിരീടം. ഒന്നും ആ സിനിമയെ കുറിച്ച് പറയണ്ട, നമ്മൾ തന്നെ പലപ്പോഴും പല എപ്പിസോഡിൽ പല രീതിയിൽ ആ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും റിലീസ് ചെയ്തു. റിലീസ് ചെയ്തിട്ട് അത് വലിയ ചലനമൊന്നും സൃഷ്ടിച്ചില്ല, പക്ഷെ എങ്കിലും ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് സിനിമ. അന്ന് മമ്മൂട്ടിക്കാണ് നാഷണൽ അവാർഡ് കിട്ടിയത്, മമ്മൂട്ടിക്ക് തന്നെയാണ് സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്. പക്ഷെ മോഹൻലാലിന് അന്ന് ഒരു വളരെ ഗുണം കിട്ടി. കാരണം ആദ്യമായിട്ടൊരു സ്പെഷ്യൽ ജൂറിയെങ്കിലും കിട്ടിയല്ലോ, ഒരു നാഷണൽ എന്ന രീതിയിൽ ഒരു അംഗീകാരം. പിന്നീട് നാഷണൽ അവാർഡ്സ് ഒക്കെ മോഹൻലാലിന് കിട്ടി തുടങ്ങിയത്. എന്തായാലും സേതുമാധവൻ അതിഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഒരു സിനിമയാണ്. പിന്നെ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് നാടുവാഴികൾ. നാടുവാഴികൾ ജോഷിയുടെ സിനിമ, അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നാടുവാഴികൾ. പിന്നെ അതിന്റെ ഒരു സെക്കൻഡ് ഹാഫും അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സീരിയസ് അല്ലെങ്കിൽ ഒരു ട്രാജഡി ആ ലെവലിലോട്ട് പോയതുകൊണ്ട് ഞാൻ പലപ്പോഴും പല ഒപ്പീനിയൻസ് അന്നൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും പലവരും പറയാറുണ്ട്, അതിന്റെ അവസാനം ഒരു അരമണിക്കൂർ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ അത് ഈ ഒരു സിനിമയെ കുറിച്ചും വേറെയും ചില സിനിമകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അങ്ങനെ അവസാനമൊക്കെ ഒന്ന് നന്നാക്കാമായിരുന്നു എന്നുള്ളത്. എന്തായാലും നാടുവാഴികൾ ഹിറ്റ് തന്നെയാണ്. കാരണം ഞാൻ ഈ രണ്ട് സിനിമ കിരീടവും നാടുവാഴികളും ഞാൻ ആദ്യം തന്നെ ഈ രണ്ട് സിനിമകളെ കുറിച്ച് പറയാൻ കാരണം അന്നൊരിക്കൽ ഒരു മാഗസീനിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് പണ്ടത്തെ സിനിമയെ കുറിച്ചുള്ള കഥകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഓട്ടോന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് കോഴിക്കോടാണ്. ഷൂട്ട് ചെയ്തത് ഫുൾ കോഴിക്കോടാണ്. അപ്പൊ ഓട്ടോന്റെ ഷൂട്ടിംഗ് കോഴിക്കോട് നടക്കുന്ന സമയത്ത് അന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് കിരീടം സിനിമയുടെ 125-ാം ദിവസവും നാടുവാഴികളുടെ 100-ാം ദിവസം ഈ രണ്ടാഘോഷവും ഒരുമിച്ച് നടത്തിയിട്ടുണ്ട് എന്ന്. അപ്പൊ ഇത് ഓട്ടോന്റെ ലൊക്കേഷൻ എന്നാണ്. മോഹൻലാൽ മാത്രമല്ല, മോഹൻലാൽ, മണിയമ്പിള്ള രാജു, അതുപോലെ തന്നെ തിലകൻ, മധു, ഇവരെല്ലാവരും ഉണ്ടെന്ന്. അപ്പൊ നാടുവാഴി ഈ ഓട്ടോന്റെ ലൊക്കേഷനാണ് മോഹൻലാലും മണിയമ്പിള്ളയും ഇവരെല്ലാവരും കൂടി വരുന്നത്, ജഗദീഷൊക്കെ കൂടി വരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു വായിച്ച ഓർമ്മയുണ്ട്. കാരണം അന്ന് മോഹൻലാൽ അവിടെ വന്നിറങ്ങുമ്പോൾ ഗേറ്റിന്റെ പുറത്ത് മധു നിൽക്കുന്നു, അകത്ത് തിലകൻ നിൽക്കുന്നു. ആദ്യം മധുവിനെ കെട്ടിപ്പിടിക്കുന്നു, അതിന് തിലകനെ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ ഒരു റിപ്പോർട്ട് പോലെ പണ്ട് നടന്നൊരു കാര്യം. 1990 തുടക്കം നടന്നത്, 1990 സ്റ്റാർട്ടിങ് മുതൽ 89 അവസാനം എന്തോ നടന്നൊരു കാര്യമായിട്ടാണ്. പിന്നീട് സിനിമാ മംഗളത്തിലൊക്കെയാണ്, എപ്പോഴോ അതെ സിനിമാ മംഗളമാണോ മോഹൻലാൽ സ്പെഷ്യലാണോ അന്നത്തെ ഒരു 2003 കാലഘട്ടങ്ങളിലെ ഏതൊരു മാഗസീനിൽ വായിച്ചൊരു എനിക്കൊരു ഓർമ്മയുണ്ട്. എന്തായാലും രണ്ട് സിനിമയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ, രണ്ടും ഹിറ്റ് സിനിമകൾ. അടുത്ത സിനിമ ദൗത്യം. ഇത് അനിൽ ഡയറക്ട് ചെയ്ത്, അടിവേരുകൾക്ക് ശേഷം അനിൽ, ദൗത്യം അനിൽ എന്നാണ് അനിലിനെ പലപ്പോഴും ഇൻഡസ്ട്രിയിൽ വിളിക്കുന്നത്. അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു സിനിമ. അത് എഴുതിയത് ഗായത്രി അശോകനാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു സിനിമ തന്നെയാണ്. അതിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ലിസി, ബാബു ആന്റണി, വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമ തന്നെയാണ് ദൗത്യം. ഈ സിനിമ പിന്നീട് തമിഴിലേക്കും തെലുങ്കിലേക്കൊക്കെ ഡബ് ചെയ്തിട്ട് തെലുങ്കിൽ അത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ജഗപതി ബാബു ആണ് ആ ഒരു തെലുങ്കിൽ ആ ഒരു വേഷം ചെയ്തിട്ടുള്ളത്. എന്തായാലും സിനിമ ഹിറ്റ് ആയ ഒരു സിനിമ തന്നെയാണ്. പിന്നീട് ഞാൻ കേട്ടിട്ടുള്ള ഈ സിനിമ ഞാൻ പറഞ്ഞ ജഗപതി ബാബു അത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഗോപി പിന്നീട് സ്റ്റാറൊക്കെ ആയ ശേഷം സുരേഷ് ഗോപിയുടെ മിക്ക സിനിമകളും പണ്ട് തമിഴിലും തെലുങ്കിലൊക്കെ, പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ ഡബ് ചെയ്തിട്ടൊക്കെ ഇറക്കാറുണ്ടല്ലോ. അങ്ങനെ ഈ ഒരു സിനിമ സുരേഷ് ഗോപിയുടെ പേരിലൊക്കെ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴാണോ തെലുങ്കാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മൾ തന്നെ പല വീഡിയോസിന്റെ അടിയിലൊക്കെ പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാര്യം നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ പറയണം. എന്തായാലും ഒരു ഹിറ്റ് സിനിമ തന്നെയാണ് ദൗത്യം. പിന്നെ അടുത്തത് സിബി മലയിലെ ലോഹിത സിനിമ ദശരഥം. ദശരഥം അന്ന് ബോക്സ് ഓഫീസിൽ വൻ വിജയമല്ല, പക്ഷെ നമ്മളൊന്നും പറയേണ്ട കാര്യം അതിഗംഭീരമായിട്ട് സിനിമ. മോഹൻലാലിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ കിരീടത്തിനെക്കാട്ടും ഗംഭീര പെർഫോമൻസ് എന്ന് പറയാം. അങ്ങനെ കിരീടത്തിലപ്പുറത്ത് തിലകനും ഉണ്ട്. തിലകനാണോ മോഹൻലാലാണോ ഗംഭീരമായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ദശരഥം മോഹൻലാലിന്റെ അതിഗംഭീരമായ പെർഫോമൻസ്, അതിന്റെ ക്ലൈമാക്സ് സീനും അത് മോഹൻലാൽ അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതും നല്ലൊരു സിനിമയാണ്, ഓടിയ സിനിമ തന്നെയാണ്. പക്ഷെ ഈ ഒരു കിരീടം പോലെ ഒരു നാടുവാഴികളോ പോലെ അങ്ങനെ ഒരു ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഒരു സിനിമയല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഗംഭീരമായിട്ട സിനിമ തന്നെയാണ് ദശരഥം. പിന്നെ അടുത്ത സിനിമ മോഹൻലാൽ അല്ല നായകൻ, പക്ഷെ ആ സിനിമയിൽ മോഹൻലാൽ വന്നു കൈഡി കൊണ്ടുപോയിട്ടുണ്ട്. അത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, കമലിന്റെ സിനിമ. അത് ശരിക്കും ആ ഒരു സിനിമയുടെ കഥയൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ആദ്യം കമൽ ഇതിന്റെ ഒരു പ്ലാനിങ് ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് രഞ്ജിത്താണ് അതിന്റെ കഥയൊക്കെ എഴുതിയത്. അപ്പൊ ആ സമയത്ത് അന്ന് മോഹൻലാലിന് ഒരു ബസ് കണ്ടക്ടറായ മോഹൻലാൽ, ബസ് ക്ലീനറോ, ഒരു സ്വകാര്യ ബസ്സിൽ ക്ലീനർ, എന്നിട്ട് ആ ഒരു ബസ് മുതലാളിമാരുടെ പെങ്ങളെ പ്രണയിക്കുന്നതൊക്കെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അത് മാറി മറന്ന് വന്നു. മോഹൻലാൽ പിന്നെ വലിയ താരമായി മാറി. അതായത് മോഹൻലാൽ ഒരുപാട് സിനിമകളായി. അപ്പൊ കമൽ അത് മാറി അന്ന് അപ്കമിങ് ആയി വന്നിരുന്ന് ജയറാമിനെ അഭിനയിപ്പിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് മോഹൻലാൽ ഗസ്റ്റ് റോള് വരുന്നത്. എന്തായാലും ആ ഒരു സിനിമയിൽ മോഹൻലാൽ ഇന്നൊക്കെ നമുക്ക് ഒരു മോഹൻലാൽ അതിഥി വേഷത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതൊക്കെ ഓൾറെഡി സർപ്രൈസ് ആയിട്ടൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അറിയും. ഇപ്പൊ തുടക്കം സിനിമയിൽ പിന്നെ ഓൾറെഡി മോഹൻലാൽ അഭിനയിക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞു.
പക്ഷെ അന്ന് ഈ സിനിമ മോഹൻലാൽ അഭിനയിക്കുന്നു എന്നുള്ള ആദ്യ ഷോ വരെ വളരെ സസ്പെൻസ് ആക്കിയാണ് വെച്ചിരുന്നത്. കമൽ വരെ പല പല അഭിമുഖങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സർപ്രൈസ് ആയിരുന്നു. മോഹൻലാൽ വന്നു. മോഹൻലാൽ ഒരു അരമണിക്കൂറോളം ഉണ്ട് ആ ഒരു സിനിമയിൽ. പക്ഷെ ഗംഭീരമായിട്ട് മോഹൻലാലും ചെയ്തു. സിനിമയുടെ വിജയത്തിന് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ആ ഒരു മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ. അടുത്ത സിനിമ പത്മരാജന്റെ സീസൺ. അതും അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. പക്ഷെ അങ്ങനെ ബോക്സ് ഓഫീസിൽ അങ്ങനെ ഹിറ്റായി പോയ ഒരു സിനിമയല്ല. കാരണം അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പ്രത്യേകിച്ചായിട്ട് ഒരു ക്ലൈമാക്സ് സീനും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല ഒരു സിനിമ തന്നെ. പക്ഷെ ആ ഒരു സിനിമ അന്ന് അങ്ങനെ വിചാരിച്ച പോലെ ക്ലിക്ക് ആവാത്തത് പത്മരാജനും മോഹൻലാലിനൊക്കെ ഒന്ന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ചെയ്തു, ഇന്നലെ ഓടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗന്ധർവൻ ഫ്ലോപ്പായി പോയി. ഞാൻ ഗന്ധർവൻ നമുക്കറിയാം ആ സമയത്താണ് പത്മരാജൻ മരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും മോഹൻലാലും പത്മരാജനും സീസൺ കഴിഞ്ഞിട്ട് ഒന്നിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. മോഹൻലാൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഈ പറയുന്ന സീസണോ അല്ലെങ്കിൽ ഒരു തൂവാനത്തുമ്പികളോ ഇതൊന്നും അങ്ങനെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആവാത്തതിൽ പത്മരാജന് ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ചൊരു ഹിറ്റ് വേണം, ഹിറ്റ് കൊടുക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവർക്ക് സാധിച്ചില്ല. എങ്കിലും സീസൺ ഇന്നും ഇന്നത്തെ പല യുവ സംവിധായകർ എനിക്ക് അമൽ നീരദയ്ക്ക് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഇപ്പോഴും ഒന്ന് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഗംഭീര സിനിമയാണ് എന്നുള്ളതൊക്കെ. പിന്നെ അടുത്തൊരു സിനിമ വരവേൽപ്പ്. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ, മോഹൻലാൽ. വീണ്ടും അതിഗംഭീരമായിട്ടുള്ള സിനിമ. പക്ഷെ അന്ന് ആ സിനിമയും വലിയ സൂപ്പർ ഹിറ്റിലേക്ക് ആയില്ല. പക്ഷെ അത് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി വരെ ആ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ വരവേൽപ്പ് കഴിഞ്ഞ് പിന്നെ കുറെ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെ പിൻഗാമിയിൽ ഒന്നിച്ചത്. പിൻഗാമിയും കഴിഞ്ഞ് പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് രസതന്ത്രത്തിൽ ഒന്നിച്ചത്. കാരണം ഈ രണ്ട് സിനിമ അങ്ങനെ വിചാരിച്ച പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയില്ല. സംഭവം ലാഭമാണ്, പ്രൊഡ്യൂസർക്ക് ലാഭമാണ്. പക്ഷെ നമ്മളൊരു നാടോടിക്കാറ്റോ അല്ലെങ്കിൽ ഒരു ടി പി ബാലഗോപാലിനമ്മയോ ഒന്നും പോലെ ഒരു വൻ വിജയത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് വരവേൽപ്പ്. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഇന്നും പല സിനിമകൾ ചിന്തിക്കുമ്പോൾ ഞാനും ചിന്തിക്കേണ്ട വരവേൽപ്പ്, മിഥുനം രസമാണ്. പക്ഷെ എന്തോ അന്ന് ആ ഓഡിയൻസിന് അതെന്തോ തൃപ്തി വന്നില്ല. അവര് എക്സ്പെക്ടേഷൻസ് ഹൈ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും സീസൺ ആയാലും വരവേൽപ്പായാലും നല്ല സിനിമകൾ തന്നെയാണ്. അത് വരവേൽപ്പിനോട് നമുക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹക്കൂടുതലുണ്ട്. അടുത്ത സിനിമ പ്രിയദർശന്റെ വന്ദനം. അതായത് 88 ക്രിസ്മസിന് ഇറങ്ങി സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ചിത്രത്തിന് ശേഷം പ്രിയദർശൻ മോഹൻലാൽ ഒന്നിക്കുന്നു. വൻ പ്രതീക്ഷയായിരുന്നു. 89 ഓണത്തിന് ഇറങ്ങുന്നു. ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ അത് തിയേറ്ററിൽ വൻ വിജയമായി മാറിയില്ല. അതിന്റെ കാരണം അതിന്റെ ക്ലൈമാക്സ് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ചിത്രം സങ്കടം ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണെങ്കിലും ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ വന്ദനം എന്തോ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ നമ്മളൊക്കെ ഇന്ന് റിപ്പീറ്റ് കാണുന്ന ഒരു സിനിമ തന്നെയാണ് വന്ദനം. കാരണം ഒന്നും മോശം പറയാനൊന്നുമില്ല. മോഹൻലാലൊക്കെ പൂണ്ടുള്ളതാണ്. മോഹൻലാലും മുകേഷും സുകുമാരി എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അടുത്ത സിനിമ കേമധുവിന്റെ സിനിമ. മോഹൻലാൽ സൂപ്പർ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള സംവിധായം തന്നെയാണ്. പക്ഷെ ഈ സിനിമ ഒരു ആവറേജിൽ ഒതുങ്ങി. അധിപൻ അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. മോഹൻലാൽ അതിഗംഭീരമായിട്ട് പെർഫോമൻസ്. മോഹൻലാൽ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഫോൺ വിളിച്ചിട്ട് വെള്ളമടിച്ച് പറയുന്നതൊക്കെ മോഹൻലാൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ നാടുവാഴികളെ കുറിച്ച് പറഞ്ഞ പോലെ അതും സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സീരിയസ് മൂഡിലോട്ടോ അത് എവിടെയോ ഒന്ന് കൈവിട്ടുപോയി എന്നുള്ളതൊരു ഒപ്പീനിയൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു സിനിമ അന്നൊരു ആവറേജിൽ ഒതുങ്ങിപ്പോയത്. എങ്കിലും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് കുറെ ഡിലേ ആയിട്ട് ഇറങ്ങിയ സിനിമയാണ് ലാൽ അമേരിക്ക. ഈ ഒരു സിനിമ അന്ന് എനിക്ക് തോന്നുന്നത് പ്രേം നസീറിന്റെ മരണത്തിന് ശേഷമാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത്. കുറെ ഡിലേ ആയി. ആ സിനിമ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് പ്രേം നസീറിന്റെ മക്കളാണെന്ന് പറഞ്ഞ് മോഹൻലാൽ വരുന്നു, കൊച്ചിൻ ഹനീഫ് വരുന്നു, ജഗതി ശ്രീകുമാർ വരുന്നു. ഇവരെല്ലാവരും മക്കളാണെന്ന് പറഞ്ഞ് വന്നിട്ട് അത് പ്രേം നസീറിന്റെ മരണത്തിന് ശേഷമാണ്. അതോ മരിക്കാൻ കിടക്കുന്നത് കുറെ മുമ്പ് കണ്ടിട്ടില്ല. പക്ഷെ അവസാനം ശരിക്കുള്ള മകൻ അത് ഷാനവാസാണ്. ഷാനവാസ് വരുന്നതൊക്കെയാണ്. പക്ഷെ ആ സിനിമ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഡിലേ ഒക്കെ വന്നിട്ടുള്ളതാണ് ആ സിനിമ. ആ സിനിമ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു സിനിമ തന്നെ. എനിക്ക് എന്റെ ഫുൾ കഥ ഇപ്പോഴും ഓർമ്മയില്ല. എന്തായാലും എനിക്കൊരു 3 വർഷമെങ്കിലും ഡിലേ ആയിട്ടുണ്ട്. കൊച്ചിൻ ഹനീഫയുടെ സ്ക്രിപ്റ്റ് ആണ് ആ ഒരു സിനിമ. എനിക്കൊരു അപ്പൊ ഇത്രയും സിനിമകളിൽ ഫ്ലോപ്പായി പോയ സിനിമ അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷെ ലാൽ അമേരിക്കയിൽ തന്നെയായിരിക്കും കമ്പാരിറ്റീവ്ലി മറ്റു സിനിമകളെ വെച്ച് നോക്കുക. ബാക്കിയൊക്കെ സിനിമകൾ ആവറേജും അല്ലെങ്കിൽ ഫ്ലോപ്പോ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റോ ഡൂപ്പർ ഹിറ്റോ ഒക്കെയാണ്. അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഫേവറേറ്റ് സിനിമകളുടെ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാം ഗംഭീര സിനിമകൾ തന്നെയാണ്. അതിൽ 80% സിനിമകളും ഗംഭീര സിനിമകൾ തന്നെയാണ്. ഇതിലിപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള സിനിമ ഞാൻ അന്ന് കിരീടമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമ. ആ വർഷം എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏക സിനിമയും കിരീടമാണ്. ബാക്കിയൊക്കെ പിന്നെ ടിവിയിലോ DVD കാസറ്റോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് സിനിമ. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളും നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് അറിയാവുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഓർമ്മകൾ നമുക്ക് കമന്റ് ചെയ്യാം.